ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ഉണ്ട്. സൺഡേ പുറത്ത് പോയപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ കോട്ടയ്ക്കയിലുള്ള നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു അച്ഛന് ഷൂ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ്. ഞാൻ നമ്മൾ കോട്ടയ്ക്കൽ നെസ്റ്റോ തുടങ്ങിയതിന് ശേഷം അങ്ങോട്ട് പോയിട്ടില്ല, തിരൂരും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് അച്ഛനിങ്ങനെ ഷൂ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി നെസ്റ്റോയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെസ്റ്റോയിലേക്ക് പോയതാണ്. അപ്പോൾ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ ഷൂ ഒക്കെ നോക്കുകയാണ്. നല്ലൊരു ഷൂ തന്നെ കിട്ടിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെസ്റ്റോ ഫാഷനിലാണ് ഞങ്ങൾ പോയത്. ഏറ്റവും മുകളിൽ ടോപ്പിലുള്ള നെസ്റ്റോ ഫാഷനിലാണ് പോയത്. അത്യാവശ്യം നല്ല ഡ്രസ്സാണെങ്കിലും അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്, നല്ല മോഡലുകളും നല്ല ഓഫറും ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഞാനിത് ക്രിസ്മസ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ വന്നതുകൊണ്ട് അവിടെ തന്നെ മേടിക്കുക വെച്ചിട്ട് അങ്ങനെ താഴത്തെ എല്ലായിടത്തും പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ പോയത് പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ്. അവിടെ ഈ എന്താ പറയുക, പാത്രങ്ങൾ, ക്രോക്കറി ഐറ്റംസും അതേപോലെ ഇലക്ട്രോണിക് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ നിലയിലുണ്ടായിരുന്നത്. ഏറ്റവും താഴത്താണ് നമ്മുടെ പച്ചക്കറിയും ഫ്രൂട്ട്സും പിന്നെ എന്താ പറയുക അല്ലറ ചില്ലറ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഏറ്റവും താഴത്താണ് പാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പോയ സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇവരെയും കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ്, വിഹാൻ ഓർമ്മ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും പോസ്റ്റ് ചെയ്യാം, ഒരു ഓർമ്മയല്ലേ വീഡിയോ അങ്ങനെ എടുത്തിടുമ്പോൾ. അപ്പോൾ കുട്ടീനെ കാർട്ടിലിരുത്തിയപ്പോൾ പേടിച്ചിട്ട് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. അതിലിങ്ങനെ ഉന്തി വരുമ്പോഴേ എന്താ സംഭവം എന്നറിയാത്തതുകൊണ്ടൊരു പേടിയുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ നോക്കി മേടിച്ചിട്ട് വന്നു. ഈ ഒരു സെറ്റിൽ തന്നെ 3 4 വരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. എന്തോ 100 രൂപയ്ക്ക് എന്തോ ഉണ്ടായിരുന്നു. ഇത് ഞാൻ അമ്മേനോട് വീഡിയോ എടുത്തരാൻ പറഞ്ഞ കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് വീഡിയോ എടുക്കാറിയില്ല. അപ്പോൾ അമ്മ എന്താ കാട്ടേണ്ടതെന്ന് ചോദിച്ചാണ്ട്, അപ്പോൾ ഞാൻ പറയും ഇങ്ങനെയല്ല അമ്മ, അങ്ങനെ പിടിക്കാട്ടോ. അമ്മ എടുത്താട്ടോ വീഡിയോ. ഇപ്പോൾ ഞാൻ വിഹാൻ്റെ തല പിടിച്ചിങ്ങോട്ട് തിരിക്കണ വേറെ ഒന്നുമല്ല കേട്ടോ. അവിടെ ടോയ്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കണ്ട് ഞാൻ വാശി പിടിക്കുമോ എന്നുള്ള അറിയാത്തത് കൊണ്ട് ഞാൻ തല കണ്ട് തിരിച്ചു. പക്ഷേ വാശിയൊന്നും പിടിച്ചില്ല കണ്ടിട്ട്. പിന്നെ വിഹാനെ സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ജീപ്പ് പോലത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ റൈഡിങ് ഉണ്ട് ചെറിയതായിട്ട്. ആ ഭാഗത്തിങ്ങനെ ഒന്നിങ്ങനെ നമ്മൾ എന്തോ ഒരു ഫണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കുട്ടികൾക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ വണ്ടിയിൽ അവരെന്നെ കൺട്രോൾ ചെയ്തിട്ട് വിടും. അപ്പോൾ അതൊരു രസമായിരുന്നു. അപ്പോൾ വിഹാനാണെങ്കിൽ അത് കാർ ഓടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനിങ്ങനെ ഓടിക്കുക. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ കളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നല്ല രീതിയിലേക്ക് തന്നെ ഒരു വലിയ കച്ചറൊന്നും കാണിക്കാതെ തന്നെ ഇരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കച്ചറ കാട്ടാതിരിക്കും എന്നുള്ളത്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഒന്ന് ഇറങ്ങിയ പാട് ചിങ്കുവട്ടി തന്നെയുള്ളൊരു വെങ്കടേശ്വര എന്നിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും മസാല ദോശയും വടയാണ് ഓർഡർ ചെയ്തത്. അൻവികുട്ടിക്ക് പൂരി മസാലയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് നെയ് റോസ്റ്റ് വേണ്ട, അല്ലെങ്കിൽ തൊപ്പിദോശ എന്ന് പറഞ്ഞിട്ട് നെയ് റോസ്റ്റ് തന്നെയാണ് എപ്പോഴും ഓർഡർ ചെയ്യുക. ഇപ്രാവശ്യം പൂരി മസാല മതി എന്ന് പറഞ്ഞിട്ട് പൂരി മസാലയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പൂരി മസാലയാണ് ഓർഡർ ചെയ്തത്. എല്ലാ ഫുഡും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം തരക്കേടില്ലെന്നാലും നല്ല ടേസ്റ്റുള്ള ഫുഡ്. ഞങ്ങളെപ്പോഴും ചെങ്കുവട്ടിയാണെങ്കിൽ വെജിറ്റേറിയനോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ സദ്യയിൽ പോവും, അല്ലെങ്കിൽ ഇവിടേക്കാണ് കേട്ടോ വരിക. നല്ല ഫുഡ് തന്നെയാണ്. അപ്പോൾ വിഹാന് മസാല ദോശ കൊടുത്തതിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് ഇത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ പിറ്റേന്ന് ഞാനും വിഹാനും കൂടെ വിഹാനും മുടി വെട്ടിക്കാൻ വന്നതാണ് കേട്ടോ. ഇത് ചെനക്കിടാനുള്ളൊരു സലൂണാണ്. ഹെയർ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സലൂണാണ് കേട്ടോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് വെട്ടണമുണ്ട്. അവർ നല്ല രീതിയിൽ ഹെയർ ഫിക്സ് പോയിട്ടുള്ള ആൾക്കാരെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആൾ പറഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല സർവീസായിരുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.